ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ SDP ജമാഅത്തെ ഇസ്ലാമി ഓപ്പണായിട്ട് UDF സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സിനെ അവർ പിന്തുണച്ചു. അതിൻ്റെ അകത്ത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് ഒഴികെ, അത് അദ്ദേഹം ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റിൻ്റെ ഫോട്ടോയാണ് കാരണമെന്ന് രമ്യ ഹരിദാസ് പറയുന്നത്. ഞാനും അത് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഷാജനെ ഇവർ കാണുന്നത് വലിയൊരു മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഭവമായിട്ടാണ്. എന്നെ അതിനേക്കാൾ കഷ്ടമായിട്ട് ഇവർ കാണുന്നത്. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അപ്പം എന്താണ് SDP ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശ ലക്ഷ്യം? ഇവർ UDFൻ്റെ കൂടെ ചേർന്നിട്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ പ്രഡിക്ഷനാണ് പറയുന്നത്. അവർക്ക് വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ SDP ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗ് വഴി, മനസ്സിലാക്കുക, ഇപ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം 100% പൂർണ്ണമായും ഇസ്ലാമിക വർഗീയതയും ഭീകരതയും പറയുന്ന രാഷ്ട്രീയ പാർട്ടികളായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞാലിക്കുട്ടിയോ 2 or 3 പേരോ ഒക്കെ മാത്രമേ ഉള്ളൂ. സാദിഖ് അലി തങ്ങളെന്ന് പറയുന്ന ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണമായിട്ടും ഒരു വർഗീയവാദിയാണ്. അത് വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. ഈ ബാക്കിയൊക്കെ കാണിക്കുന്ന പോളിഷ്ഡാണ്. ഇതിൻ്റെ അകത്തുള്ളത് മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് പുറകെ പോകുന്നതും കൂടെ പോകുന്നതും ഇതിനകത്ത് മുഴുവനും ഈ സംഭവം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വഹാബിസവും സലഫിസവും ഇതിനകത്ത് പെനട്രേറ്റ് ചെയ്തു. ഇവർക്ക് എങ്ങനെയെങ്കിലും ലീഗ് ത്രൂ UDFൻ്റെ അകത്ത് വരണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി ലീഗ് ത്രൂ അകത്ത് കയറി. അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന M. ഹസൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞ് പല സീറ്റുകളിലും പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റുകൾ മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. പലരും തോറ്റുപോയി. അതായത് മനസ്സിലായി, അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത്. ഓരോന്നായിട്ട് സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്, SDP എന്താണ് താല്പര്യം? അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം, ഡൽഹി ത്രൂ അവർക്കൊരു പുല്ലും കളിക്കാനില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് മോദിയും BJPയും ഈ സാധനം അടച്ചു. അതായത് ദേശീയ തലത്തിൽ ഇവർക്കൊരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. PFI ബാൻ ചെയ്തതോടുകൂടി ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവരുടെ 100 കണക്കിന് നേതാക്കൾ ജയിലിൽ കിടക്കുക. ഡൽഹിയിലും കേരളത്തിലും പല ഭാഗത്തായിട്ട്, ഇന്ത്യയുടെ പല ഭാഗത്തും ജയിലിൽ കിടപ്പുണ്ട്. പിന്നീട് അതുമായിട്ട് അതിന് ബാൻ ചെയ്ത ശേഷം ഇവർ നടത്തിയ ഒരു ബന്ദ്, ഒത്തിരി പബ്ലിക് പ്രോപ്പർട്ടി അടിച്ചു പൊളിച്ചു. അതിൻ്റെ പേരിൽ ഹൈക്കോർട്ട് ഇടപെടുന്നു. ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷം മാത്രം ഈ നേതാക്കളെയും പ്രവർത്തകരെയും വിട്ടുകൊടുത്താൽ മതി. അതിൻ്റെ പേരിൽ ഇവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തേക്കുകയാണ്. കാരണം ഇത് വിൽക്കാനും കൊടുക്കൽ വാങ്ങലൊന്നും പറ്റത്തില്ല. ഇവർ ലിറ്ററലി ഇത് ബ്ലോക്കായി. ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ലീഗ് ത്രൂ ഇവരുടെ ഘടകകക്ഷിയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന UDFൻ്റെ മന്ത്രിസഭയിൽ ഏതെങ്കിലും രീതിയിൽ കയറി പറ്റിയിട്ട്, അതായത് സപ്പോർട്ടീവായിട്ട് കയറിപ്പറ്റി പല ആൾക്കാരെ മത്സരിപ്പിച്ചിട്ട് ഇവരുടെ പല കേസുകൾ, അതായത് ഈ നേതാക്കന്മാരെ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കണം. അതിന് 5 or 6 കോടിയാണ് ഇത് കെട്ടിവെക്കേണ്ടത്. അത് ഗവൺമെൻറ് ഉറപ്പായിട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിക്കുകയാണ് അതെല്ലാം കുറച്ചിട്ട് ഒരു ചെറിയ എമൗണ്ട് മതി, ഇതൊക്കെ തീരുമാനിച്ചാൽ എടുക്കാവുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ നടത്തുന്ന വേലകൾ മുഴുവനും. അതായത് ഇവർ ബ്ലോക്കാണ്. അതായത് ഇവർക്കെതിരെയുള്ള കേസുകൾ പലതുമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് പോലീസ് എടുത്ത് അത് പിൻവലിക്കണം. പല നേതാക്കളും ഈ പണം കൊടുത്ത ശേഷമേ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അതായത് ബന്ധുവായിട്ട് പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ആക്ട്, PDP ആക്ട്. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അത് ഇവരെ ഇപ്പം അവർക്കാകെ ഒരു രക്ഷ ലീഗ് ത്രൂ UDFനകത്ത് കയറുക. ഇതാണ് ഇവർ അരോഹാത്രം ഇങ്ങനെ UDFൻ്റെ കൂടെയും പ്രകടനമൊക്കെ നടത്തിക്കൂടെ നിൽക്കുന്നത്. അതോടുകൂടി ഒരു കാര്യം, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു കാര്യം അങ്ങ് പിടികിട്ടും. ഇത് കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് UDFും കോൺഗ്രസും ഈ SDP എന്ന് പറഞ്ഞ ഭീകര
രാഷ്ട്രീയ പ്രവർത്തകരും മതപ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ മൗമൂദിയുടെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്നവരും ഇതിനകത്ത് കയറിക്കൂടിയാൽ മനസ്സിലാക്കുക, ഇതിനകത്തെ വിശ്വസിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും അന്ന് കോൺഗ്രസിനെ തള്ളും, 100% തള്ളും. ഇത് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടച്ചതിയാണ് ഈ സംഭവം. കാരണം ലീഗ് ഇവരുടെ കൂടെയാണ്. കാരണം ലീഗിന് താല്പര്യമുണ്ട് അവരുടെ പല ആൾക്കാരും ജയിക്കാൻ വേണ്ടി ഇവരുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ലീഗ് എന്ത് വില കൊടുത്തും ഇവരുടെ ആൾക്കാരെ ഈ UDFനകത്തും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പലയിടത്തും സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഇവർക്കൊക്കെ മുസ്ലിം ലീഗുമായിട്ട് വലിയ ബന്ധമാണ്. ഇപ്പം ലീഗ് ചില കാര്യങ്ങൾ പറയുന്നത് അതേപോലെ ചെയ്യും. കാരണം പ്രിയങ്കയെ ജയിപ്പിച്ചത് ലീഗാണ് വയനാട്, രാഹുൽ ഗാന്ധിയെ കൊണ്ടു നടക്കുന്ന ലീഗാണ് കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തെ പറയുന്നതിനേക്കാളും കൂടുതൽ ലീഗ് എന്താണ് പറയുന്നത് അതനുസരിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകും എന്ന ധാരണയാണ് ലീഗിനുള്ളത്. ഉറപ്പായിട്ട് അത് നടക്കുകയും ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ അതോടുകൂടി കേരളത്തിൽ കോൺഗ്രസിൻ്റെ മണി മുഴങ്ങും. ഈ കേരളത്തിലെ മറ്റുള്ള ക്രൈസ്തവരായ കാത്തലിക്സ് അച്ഛന്മാരും ബിഷപ്പുമാരും മറ്റുള്ള സഭകളൊക്കെ പിന്നെ കോൺഗ്രസിന് ജീവിതത്തിൽ വോട്ട് കൊടുക്കത്തില്ല, ഇവരെ കൂടെ അകത്ത് കയറ്റിക്കഴിഞ്ഞാൽ. ഒന്നാമത് ലീഗ് കയറി 5ാം മന്ത്രിസ്ഥാനം പ്രധാനപ്പെട്ട വകുപ്പുകൾ എല്ലാം അതിനകത്ത് ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമായിട്ടിരിക്കുകയാണ്. കാരണം തെക്കൻ മലബാറിലും സെൻട്രൽ ട്രാവൻകൂറിലും ഈ പറയുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടില്ല എങ്കിൽ UDF ഒരു സീറ്റ് പോലും ജയിക്കത്തില്ല. ഇപ്പം പറവൂർ, ഇപ്പം വടക്കൻ പറവൂർ VD സതീശൻ അയാവനോട് തോറ്റുപോകും. അത് മാത്രമൊന്നുമല്ല, ഉമ്മൻചാണ്ടിയുടെ മോൻ പുതുപ്പള്ളിയിൽ തോറ്റുപോകും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് BJPക്ക് അഡ്വാൻറ്റേജ് ആകാൻ പോവുകയാണ് ഈ ഗെയിം. കാരണം ഇവർക്ക് ഈ കേസിൽ നൂരാൻ വേണ്ടിയും മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലോട്ട് വരാൻ വേണ്ടി ഒരു മുന്നണി ആവശ്യമുണ്ട്. പിന്നെ ഇവർക്കെതിരെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പം ഈ കേസുകളൊക്കെ ഒതുക്കി തീർക്കാൻ ലീഗ് പിന്തുണ കൊടുക്കുന്ന UDFനെ കൊണ്ട് കഴിയും, ഉറപ്പായിട്ടും കഴിയും. പിന്നെ ഇവരുടെ നേതാക്കൾ പുറത്തു വരും. അതായത് പൊളിറ്റിക്കൽ സംരക്ഷണം ഇവർക്ക് ആവശ്യമാണ്. കാരണം ഈ 2 പാർട്ടിക്കകത്തുള്ള ഇപ്പം SDP ആണ്, ജമാഅത്ത് ഇതിന് മുഴുവനും പൊളിറ്റിക്കൽ ക്രിമിനൽസാണ്. ഇതിൻ്റെ അത് മുഴുവനും ജാതീയതയും വർഗീയതയും ഭീകരതയും പറയുന്നത്. അപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ഭരണത്തിൽ വരണം. അതിന് ഇവിടുത്തെ മെജോറിറ്റിയായ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ടോടുകൂടി UDF വരുമ്പോൾ ലീഗ് ത്രൂ കയറി വരാനുള്ള സാധ്യതയാണ്. ഇതാണ് ഉണ്ടാകുന്നത്. വളരെ കൃത്യമായിട്ട് ഇവിടെ BJP അഡ്വാൻറ്റേജ് ചെയ്യും, വളരെ മുന്നിലോട്ടങ്ങ് പോകും. പിന്നെ അവർക്ക് കോൺഗ്രസിനെ ഒരു പുല്ല് വിലയും കാണത്തില്ല. അപ്പം ഈ ഒരു സംഭവം കോൺഗ്രസ് മണത്തറിഞ്ഞില്ല എങ്കിൽ, കാരണം ഓൾറെഡി SDPIയുടെ പല പ്രോഗ്രാമിനും സ്റ്റേജിലും ഈ ലീഗിൻ്റെ നേതാക്കൾ പോകാൻ തുടങ്ങി. കാരണം ഇനി അവർക്ക് മനസ്സിലായി ഇടതുപക്ഷവുമായിട്ട് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പോകാൻ പറ്റില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് CPMൻ്റെ പാർട്ടി കേഡേഴ്സ് BJPക്ക് വോട്ട് ചെയ്തത് മുസ്ലിം പ്രീണനമായിരുന്നു കാരണം. ഇനി അങ്ങോട്ട് വരെ അടുപ്പിക്കത്തില്ലെന്ന് പിടികിട്ടി. ഇനി ഒരേ ഒരു രക്ഷയെന്ന് പറയുന്നത് UDF വരും അതിനെ തുലയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർക്ക് സ്വൈര്യവിഹാരം നടത്തി ഇതേപോലുള്ള ക്രൈമും കേസുകളും ആൻറ്റി ഇന്ത്യ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. ഇതെത്ര കണ്ട് സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതോടുകൂടി ഒരു കാര്യം പറയാം, കേരളത്തിലെ UDFൻ്റെ വെടി തീരും, കൃത്യമായിട്ടങ്ങ് പറയാം. ഇതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദികൾ ഇത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നേക്കും ചരിത്രമായിട്ടങ്ങ് മാറും.